ചെയ്യുന്നവനെ തെറ്റ് പറ്റുള്ളൂ. ചെയ്യാത്ത ആൾക്ക് ഒരു തെറ്റേ പറ്റുള്ളൂ, ഒന്നും ചെയ്തില്ല എന്നുള്ള തെറ്റുള്ളൂ. ചെയ്യുന്നവനെ തെറ്റ് പറ്റും. അത് തെറ്റുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ദി ഓൺലി തിങ് വേഴ്സ് ദാൻ ട്രെയിനിങ് പീപ്പിൾ ആൻഡ് ദം ലീവിങ് ഇസ് നോട്ട് ട്രെയിനിങ് പീപ്പിൾ ആൻഡ് ദം സ്റ്റേയിങ്. വിജയിക്കാനുള്ള മനസ്സാണ് വിജയത്തിന് കാരണം. യു വാണ്ട് ടു വിൻ, യു ക്യാൻ. ഇന്ന് എൻ്റെയും കാഴ്ചപ്പാട് ഞാൻ എൻ്റെ പിള്ളേരോട് പറയുന്നതും ദാറ്റ് ഒബ്സ്റ്റക്കിൾ ഇസ് ദ വേ. അത് പേടിച്ച് നമ്മൾ തടഞ്ഞ് അവിടെ നിന്നാൽ അതോടുകൂടി നമ്മുടെ ഗ്രോത്ത് കഴിഞ്ഞു. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത മൂന്നാമത്തെ ഓട്ടോ ഡീലർഷിപ്പ് കമ്പനി കേരളത്തിൽ നിന്നുള്ളതാണ് പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡ്. 1984 മാരുതി കാറിനെ കേരളത്തിലേക്ക് എത്തിച്ചത് ഈ പോപ്പുലറാണ്. 1939 തൃശ്ശൂരുകാരനായ കുട്ടൂക്കാരൻ പൊറിഞ്ചു പോൾ, KP പോൾ തുടക്കമിട്ട ഈ പ്രസ്ഥാനത്തെ ധൈര്യപൂർവ്വം പുതിയ മേഖലകളിലേക്ക് നയിച്ച അദ്ദേഹത്തിൻ്റെ മകനും പോപ്പുലറിൻ്റെ സാരഥിയുമായ ജോൺ K. പോളാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. ധനം ടൈറ്റൻ ഷോയിലേക്ക് സ്വാഗതം. എങ്ങനെയായിരുന്നു ഈ ബിസിനസ്സിലേക്ക് വന്നത്? എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു തുടക്കം? എങ്ങനെയായിരുന്നു? ഞങ്ങൾ ജനിക്കണ കാലം മുതലേ ഞങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്ന ഈ ബിസിനസ്സാണ്. അപ്പോൾ സ്പെയർ പാർട്സ് റീറ്റെയിൽ എന്നുള്ളതാണ് ഞങ്ങൾ വളർന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എൻജിനീയറിങ് കഴിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറീസിലായിരുന്നു. എൻ്റെ ലാസ്റ്റ് സെമസ്റ്ററിൽ നിന്ന് ഞാൻ തൃശ്ശൂർക്ക് മാറി. അപ്പോൾ തൃശ്ശൂർ വെച്ചിട്ട് സെയിം യൂണിവേഴ്സിറ്റി ആയിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ തൃശ്ശൂർ എൻ്റെ ഫൈനൽ സെമസ്റ്റർ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ പറയുന്നത് അത് ശക്തിയാണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയാണ് ലാസ്റ്റ് പരീക്ഷ തീർന്നത്. തിങ്കളാഴ്ച മുതൽ ഞാൻ ബിസിനസ് തീർന്നു. അപ്പോൾ അത് അന്ന് കാലത്ത് ഉള്ള ഒരു ഫാമിലി ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അങ്ങനെയാണ് പിറ്റേ ദിവസം മുതൽ ചേരുന്നത്. അന്ന് സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചേരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസിലെ സ്പെയർ പാർട്സ് നമ്പർ 1 ആണ്. സ്പെയർ പാർട്സ് റീറ്റെയിലിൽ അത് മറ്റുള്ള ഞാൻ പറയുകയാണെങ്കിൽ ഏഷ്യയിൽ പോലും അതുപോലെയുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവില്ല. കാരണം ഞങ്ങളുടെ അന്നത്തെ ഒരു USP എന്താണെന്ന് വെച്ചാൽ എനി സ്പെയർ ഫോർ എനി വെഹിക്കിൾ അറ്റ് എനി ടൈം. ഇന്ത്യയിൽ ഓടുന്ന ഏത് വണ്ടിക്കും, ഫോറിൻ വണ്ടി ആയാലും വരുമില്ല, ഇന്ത്യൻ വണ്ടി ആയാലും വരുമില്ല, നമ്മൾ ചോദിച്ചാൽ ആ പാർട്ട് ഞങ്ങളുടെ അടുത്തുണ്ടാവും. ഇല്ലെങ്കിൽ ഞങ്ങൾ അത് എവിടെന്നെങ്കിലും എത്തിച്ച് അല്ലെങ്കിൽ വരുത്തി നിങ്ങൾക്ക് തരും. എന്ത് റോളാണ് അത് റോള് ഒരു നല്ല തമാശയാണ്. ഒരു റോളും ഇല്ല. കയറി വന്നാൽ നീ എല്ലായിടത്തും പോയി നിൽക്കാൻ പറയും. കൗണ്ടറിൽ കുറേ സമയം ചിലവാക്കണം. ഞങ്ങളുടെ ഗോഡൗണിലെ സാധനങ്ങൾ, പെട്ടികൾ വരുന്നു, ആ പെട്ടി തുറക്കണു, അതിനുള്ള സാധനങ്ങൾ എടുക്കണു, അത് എന്തൊക്കെയും വരുന്നുണ്ട്, എന്തൊക്കെയും അതിൻ്റെ വിലകൾ എങ്ങനെയുണ്ട്, പിന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ സമയം ചിലവാക്കണം. സെയിൽസിലും അക്കൗണ്ട്സിലൊക്കെ ഓരോ ഭാഗം അത് വിട്ടു തന്നേക്കണം. നീ പോയി പഠിച്ചോ. നാളെ അവരെ നിന്നെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അതിനുള്ളൊരു വിവരം ഉണ്ടാവണം. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ വളർത്തിയിട്ടുള്ളത്. എന്നെ മാത്രമല്ല, എൻ്റെ ചേട്ടനും അതിൽ മുമ്പ് വന്നപ്പോഴൊക്കെ ആ ഒരു കോൺസെപ്റ്റാണ്, യു ഫൈൻഡ് ഔട്ട്, യു ലേൺ. ഈ മാരുതിനെ എങ്ങനെയാണ് കേരളത്തിലോട്ട് കൊണ്ടുപോകുന്നത്? ആ കഥ ഒന്ന് പറയോ? സെയിം മാരുതി അഡ്വർടൈസ് ചെയ്യുന്നു. ഈ മാരുതി അഡ്വർടൈസ് ചെയ്യുമ്പോൾ ഞാൻ സ്പെയർ പാർട്സ് ബിസിനസ് ഉണ്ട്. എൻ്റെ ഫാദർ കുറേ കൊല്ലങ്ങളായിട്ട് സ്പെയർ പാർട്സ് ബിസിനസ്. അപ്പം ഞങ്ങളുടെയൊക്കെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എടുത്ത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് പോപ്പുലർ ആവണ ആ സമയത്തേക്ക് ഈ മാനുഫാക്ചർ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അവരെ മാർക്കറ്റും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ 1-2 ഡീലേഴ്സിനെ വേറെ അപ്പോയിൻറ്റ് ചെയ്യും. പിന്നെ ഇങ്ങനെ കുറേ ഡീലേഴ്സിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്ത് നമ്മളുടെ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പണിയെടുത്ത് മാർക്കറ്റ് ഉണ്ടാക്കി വന്നത് അപ്പോഴേക്കും അവർ വേറെ ആൾക്ക് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? മാനുഫാക്ചർ കാണുന്നത് ആളുടെ പ്രോഡക്റ്റാണ്. ആൾ അതിന് പണിയെടുത്ത് വേറെ മാർക്കറ്റിംഗ് ചെയ്ത് ഇതൊക്കെയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. യെസ്, ഒരു ഡീലർഷിപ്പ് ഉണ്ടായിരുന്നു, അതിന് കൂടെ ഞങ്ങൾ വേറെ ഡീലർഷിപ്പ് വെച്ചു. കോമ്പറ്റീഷനിൽ വളരാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ ആ ഒരു വ്യൂ പോയിൻ്റിൽ നിന്നാണ് അവർ കാര്യങ്ങൾ കാണുന്നത്. ഞങ്ങൾ കാണുന്നത് അപ്പോൾ
അന്ന് ഞങ്ങൾ ഈ സ്പെയർ പാർട്സ് ഞങ്ങൾക്ക് ഇങ്ങനെ പല അനുഭവങ്ങളുണ്ട്. അപ്പം ഈ മാരുതി 82-ൽ രണ്ടാം ജന്മം കേട്ടോ, ആദ്യത്തെ മാരുതിയല്ല. പാർലമെൻറ്റിൽ അവർ ഓർഡർ പാസ്സാക്കിയിട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നതാണ് ഈ ഇന്നത്തെ മാരുതി, നമ്മളിന്ന് കാണുന്ന മാരുതി. അവർ അഡ്വർടൈസ് ചെയ്തപ്പോൾ ഫാദർ ആയാലും എനിക്കായാലും തുടക്കത്തിലേ തോന്നിയത് അതാണ്. അപ്പോൾ 82-ൽ ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഇതിന് വേണോ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ആദ്യം വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഒരു മാസമേ അഡ്വർടൈസ്മെൻറ്റ് സമയമുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഞാൻ അറിയുന്ന ഒരാൾ ആയിട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണില്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അനുഭവം ഇതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള നിലയിലേ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഇത് പഴയ മാരുതിയല്ലല്ലോ ജോണി, ഇതിപ്പോൾ സുസുക്കിയും കൂടെ വരികയല്ലേ, അവരെ കാര്യം എങ്ങനെയായാലും നന്നായിട്ട് നടത്താൻ ഒരു ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിലൊരു പോയിൻ്റ് ഉണ്ട്, ഞങ്ങളുടെ പോയിൻ്റ് അതല്ല, ഞങ്ങളിപ്പോൾ ഡീലർഷിപ്പൊക്കെ തുടങ്ങി നന്നാക്കി കൊണ്ടു കഴിഞ്ഞാൽ അവർ വേറെ ആൾക്കാരുടെ പോയിൻ്റ്. എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആലോചിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാദറിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്തു. ഫാദറിൻ്റെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഇത് തന്നെയായിരുന്നു, ഞാൻ ഈ പറഞ്ഞ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം അത്. പക്ഷേ ഞാൻ അപ്പോൾ ചോദിച്ചു, അപ്പോൾ ഇതിൻ്റെ നമ്മൾ നടത്തുന്ന ബിസിനസ് ഇങ്ങനെയുള്ള പുതിയ ആൾക്കാർക്കും വരുമ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചു. ആടെ ഒരു സെക്കൻഡ് നേരം കൊണ്ട് തന്നെ പറഞ്ഞു, നീ വേണമെങ്കിൽ അപ്ലൈ ചെയ്തു, പക്ഷേ കാശ് കൊടുത്തിട്ടോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ നമുക്ക് വേണ്ട, നേടിയെടുക്കാൻ ശ്രമിക്കരുത്, അതൊന്നും വേണ്ട. നീ എപ്പോഴും ഡൽഹിക്ക് പോകുന്ന ആളാണ് എന്നുവെച്ചാൽ ഞങ്ങളുടെ കച്ചവടത്തിന്. ആ സമയത്ത് അവരെ പോയി കണ്ടു എന്ന് എങ്ങാനും ഞാൻ കേട്ടാൽ അന്ന് എൻ്റെ ഈ ഓക്കെ ഞാൻ വിഡ്രോ ചെയ്യട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാരുതിക്ക് അപ്ലൈ ചെയ്തത്. പിന്നീട് മിസ്റ്റർ കൃഷ്ണമൂർത്തി ആയിരുന്നു അന്നത്തെ CMD. അങ്ങോട്ട് ഈ ആപ്ലിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ആപ്ലിക്കേഷനൊന്നും വേറെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നില്ല, അങ്ങോർക്ക് വിട്ടുകൊടുത്തേക്കായിരുന്നു. അപ്പോൾ അരുൺ നെഹ്റു ആയിരുന്നു അന്നത്തെ ഇതിനോടൊരു ചാർജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് സൗത്ത് വിട്ടുകൊടുത്തപ്പോൾ ഈ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് തമിഴ്നാട്ടുകാരനായതുകൊണ്ട് അവർക്ക് തമിഴ്നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ കുറേ അറിയാം, കർണാടകയിൽ അതുപോലെ പലരോടും ചോദിച്ച് മനസ്സിലാക്കി. കേരളത്തിനെ സംബന്ധിച്ചുള്ള അധികം അവർക്ക് വിവരമില്ലാത്തതിൻ്റെ പേരിൽ ആളുടെ ഒരു കൊലീഗായിരുന്നു അന്ന് ചീഫ് സെക്രട്ടറി രാമചന്ദ്രൻ. അങ്ങോർക്കൊരു എഴുത്തെഴുതി, ഇന്നമാതിരി ഞങ്ങളുടെ അവിടുന്ന് 2 ആപ്ലിക്കൻസ് വന്നിട്ടുണ്ട്. ഒരു ആപ്ലിക്കൻ്റ് അന്നത്തെ പ്രധാനപ്പെട്ട കേരളത്തിലത്തെ പൊളിറ്റീഷ്യൻ്റെ മകന് വേണ്ടിയിട്ടാണ്, രണ്ടാമത്തത് പോപ്പുലറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വിവരം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് അതിന് ഒഫീഷ്യൽ തന്നെയാണ് മറുപടി കൊടുത്തു. ഓട്ടോമൊബൈലും സ്പെയർ പാർട്സും അതിൻ്റേതായ എന്തെങ്കിലും കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പോപ്പുലറാണ്. ആരോട് എവിടെ ചോദിച്ചാലും വണ്ടിയുടെ കാര്യത്തിൽ പോപ്പുലർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മറ്റത് പൊളിറ്റിക്കൽ ഇതാണ്, പൊളിറ്റീഷ്യനാണ്, അവർക്ക് ബിസിനസ്സായിട്ടൊരു ബന്ധമില്ല. ഇത് മിസ്റ്റർ കൃഷ്ണമൂർത്തി ഞങ്ങളുടെ ഇനോഗ്രേഷൻ ട്രിവാൻഡ്രത്തെ ആദ്യത്തെ ഡീലർഷിപ്പിലെ ഇനോഗ്രേഷന് വേണ്ടി വന്നപ്പോൾ ആൾ പറഞ്ഞു, പേരെടുത്തൊന്നും പറഞ്ഞില്ല, പേരെനിക്കറിയാം, ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. പക്ഷേ അങ്ങനെയാണ് ഞങ്ങൾക്കത് കിട്ടിയത്. താങ്കളുടെ ഒരു ബ്രാൻഡിങ്ങിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെയും ഒക്കെ ഒരു സ്ട്രാറ്റജി എന്താണ്? ഡീലർഷിപ്പിൽ ഒരു റാലി ഞങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചുണ്ടാക്കിയോ? ഇതിൻ്റെ ഒരു എന്തായിരുന്നു മുഴുവൻ അങ്ങനെയല്ല. ഞങ്ങൾ പോപ്പുലർ ഓട്ടോമൊബൈൽസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോയമ്പത്തൂർ ഇതിന് വളരെ ഫേമസ് ആണ്. കുറേ ഡ്രൈവേഴ്സ് ഉണ്ട്, അവർ ഈ റാലി എന്നൊക്കെ പറഞ്ഞ് ഈ പ്രാന്ത് കയറി നടക്കുന്ന കുറേ പേരൊക്കെ അന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും കോയമ്പത്തൂർ ഒരു വലിയ ഷോപ്പുണ്ട്, അതിൽ കുറേ ഇമ്പോർട്ടഡ് കാർസ് സ്പെയർ പാർട്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ മില്ലുകാർ, അവർക്കും കുറേ ഇമ്പോർട്ടഡ് കാർസ് ഉണ്ട്. അപ്പോൾ അവർ എന്തായാലും ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. അങ്ങനെ ഇരിക്കില്ല, അവിടെയുള്ള കുറച്ച് പേര് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളൊരു റാലി നടത്തുന്നുണ്ട്, അത് സ്പോൺസർ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളൊക്കെ ഭയങ്കര കാർ ഓടിക്കാൻ വലിയ ഇൻട്രസ്റ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ ശരി എന്നാൽ ട്രയൽ നോക്കാം, വലിയ കാശൊന്നും ഇല്ലയെന്നും പറഞ്ഞ് അങ്ങനെ അത് സ്പോൺസർ ചെയ്തു കഴിഞ്ഞപ്പോൾ
എനിക്കതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും തുടങ്ങിയില്ല. അങ്ങനെ ഇരിക്കൽ ഒരു കൊല്ലം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് പേര്, ഞാൻ അറിയുന്ന കുറച്ച് പേര് കൂടിയിട്ട് റാലി നടത്താം എന്നൊക്കെയും പറഞ്ഞ് അവർ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് നടത്താം. അപ്പോൾ എനിക്കും അതെങ്ങനെയാണ് നടത്തണമെന്നൊരു വിവരമില്ല, അവർക്കും യാതൊരു വിവരമില്ല. പക്ഷേ ഞങ്ങളുടെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിൽ ഞങ്ങൾ പല സാധനങ്ങൾ മേടിക്കുന്ന ഒരാൾ ചെന്നൈയിലിരുന്നായിരുന്നു. ആൾ ഇതിൻ്റെ ഈ ഫെഡറേഷൻ മോട്ടോർ സ്പോർട്സിൻ്റെ വലിയൊരു സീനിയർ ലെവലിലുള്ള ഒരാളായിരുന്നു. അപ്പം ഞാൻ ഇവരെ ഇരുത്തിക്കൊണ്ട് ആളെ വിളിച്ചു. ഉടനെ എന്നോട് പറഞ്ഞു അവരങ്ങോട്ട് വിട്, ഞാൻ അവർക്ക് പെർമിറ്റോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ മേടിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണ് നടത്തണമെന്നുള്ള വിവരമൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഈ പോപ്പുലർ റാലിയിൽ അത് വളരെ ഇതായി നമ്മുടെ ബ്രാൻഡിങ്ങിൻ്റെ ഒരു വലിയൊരു എന്താ വെച്ചാൽ ഞങ്ങളുടെ തന്നെ ഫീൽഡല്ലേ. ഇപ്പം ഞങ്ങളൊരു ഫുട്ബോൾ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ സ്പോൺസർ ചെയ്താൽ അതിന് ഞങ്ങളൊരു കണക്റ്റില്ല അതിന്. ഇതെന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഇന്നും ആൾക്കാരുടെ റാലി എന്ന് പറഞ്ഞാൽ പോപ്പുലർ റാലി എന്നാണ്. അപ്പോൾ കാണാത്ത ആൾക്കാർ പോലും ഉണ്ട്. പോപ്പുലർ റാലി ഒരിക്കലും കാണാത്ത ആൾക്കാരുണ്ടാവും, പക്ഷേ അവരോടും റാലി എന്ന് പറഞ്ഞാൽ പോപ്പുലർ റാലി. അത് ബിക്കോസ് ഓഫ് ദ കണക്ട് എന്ന് വെച്ചാൽ ഒരു റാലി എന്ന് പറഞ്ഞാൽ കാർ റാലിയാണ്, ഞങ്ങളും കാർ ബിസിനസ്സിലാണ്. അതിൻ്റെ ആ കണക്റ്റ് കൊണ്ടാണ് അത് ചെയ്തത്. ഞങ്ങളോട് പലപ്പോഴും പല വേറെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യാൻ വന്നിട്ടുണ്ട്. പറഞ്ഞു ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, കാരണം ഒന്ന് ഫുട്ബോളിന് കൊടുത്താൽ പിന്നെ ബാസ്കറ്റ് ബോളിൽ ചോദിച്ചു വന്നാൽ അതിന് കൊടുക്കണം, വേറെ ഹോക്കിക്ക് ചോദിച്ചു തന്നാൽ കൊടുക്കണം. ഇത് ഞങ്ങളോട് കണക്റ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്തുക ചെയ്തത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അവസാനമില്ല എന്തെല്ലാം സ്പോൺസർ ചെയ്യാതെ. പക്ഷേ ദിസ് ഹാഡ് എ ബിഗ് കണക്ട്. ദാറ്റ് വാസ് പാർട്ട് ഓഫ് ദാറ്റ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ. സോ ഞാൻ അതിൻ്റെ വേറൊരു ഭാഗം പറഞ്ഞുതരാം. അതെന്താ വെച്ചാൽ ഞങ്ങളും ഒരു മാരുതി ഡീലറാണ്. ദർ ആർ സോ മെനി മാരുതി ഡീലേഴ്സ്. അവരെല്ലാവരും വിൽക്കുന്ന സാധനം ഒന്ന് തന്നെയാണ്, അവർക്ക് എല്ലാവർക്കും കിട്ടുന്ന വില ഒന്ന് തന്നെയാണ്. പല ടെക്നിക്സോ അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ്ങോ ഒക്കെയും പലതും മാരുതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും കണക്ട് ചെയ്യുമ്പോൾ മാരുതി അല്ലേ എന്നുള്ളത് തോന്നും. അത് തുടക്കം മുതലേ ഞങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൂടുതൽ പോപ്പുലർ ആക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. വി സോൾഡ് മാരുതി ഓൺ ദ ബ്രാൻഡ് നെയിം, ഓൺ ആ ബ്രാൻഡ് നെയിം. അതിനെ ഞങ്ങൾക്ക് അന്നൊരു സ്ലോഗൻ ഉണ്ടായിരുന്നു, തിങ്ക് മാരുതി തിങ്ക് പോപ്പുലർ. അതിൻ്റെ ഉദ്ദേശം അതായിരുന്നു. എന്നുവെച്ചാൽ ഫസ്റ്റ് തിങ് ഓൺ യുവർ മൈൻഡ്, ഉടനെ കാർ മേടിക്കുന്നത് തോന്നിയാൽ ആ ആൾക്ക് ഉടനെ പോപ്പുലർ എന്ന് തോന്നണം. വിൽക്കുന്ന ഓരോ കാറിൻ്റെ ബാക്കിലും അതടിച്ചിരുന്നു, തിങ്ക് മാരുതി തിങ്ക് പോപ്പുലർ. അപ്പോൾ അതൊക്കെ ഈ ഒരു ബ്രാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബിക്കോസ് ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ. അത് എല്ലാ മാരുതിയുടെ ഒരുപോലെയാണ്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ആ ബ്രാൻഡ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ട്രെയിനിങ്, അന്നും ഞങ്ങൾ ആദ്യത്തെ ഡീലർഷിപ്പ് തുടങ്ങുന്നതിലും 6 മാസം മുമ്പ് ഞങ്ങൾ എൻജിനീയേഴ്സിനെ എടുത്ത് അവർക്ക് തറവായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡീലർഷിപ്പ് തുടങ്ങുമ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള മെക്കാനിക്സാണ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. മെക്കാനിക്സിനെയും ട്രെയിൻ ചെയ്തു, എൻജിനീയേഴ്സിനെയും ട്രെയിൻ ചെയ്തു. അപ്പോൾ ഡേ വൺ സർവീസിന് വരുന്ന വണ്ടികൾ. അപ്പോൾ മാരുതിയിൽ വരുന്ന എൻജിനീയേഴ്സ് പോലും അത്ര തറവായിട്ട് ആ കാറിൽ കണ്ടിട്ടില്ല. അവരും പുതിയ ആൾക്കാരാണല്ലോ. അപ്പോൾ ഇന്ന് കേരളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരാൾക്ക് ഒരു സംഗതി സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പോപ്പുലർലി പോകണമെന്ന് പറയും. കാരണം വെച്ചാൽ വി വാസ് സോ ഇൻറ്റൻറ്റ് ഓൺ ദാറ്റ് ട്രെയിനിങ്. അത് ഞങ്ങൾ കണ്ടിന്യൂ. ഞങ്ങൾക്ക് മാരുതിക്ക് വരുന്നതിന് മുമ്പ് 80-ൽ ഞങ്ങളുടെ ബിസിനസ്സിന് ഒന്ന് വിലയിരുത്താൻ അല്ലെങ്കിൽ സ്ട്രാറ്റജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസൾട്ടൻസിനെ എടുത്തിട്ടുണ്ടായിരുന്നു, SB Bilimoria & Company എന്ന്. ലേറ്റർ ഓൺ SB Bilimoria became part of ഡെലോയിറ്റിലേക്ക് മെർജ് ചെയ്തു ആ കമ്പനി. അപ്പോൾ അവരെ അന്ന് കേട്ടോ സ്പെയർ പാർട്സ് ബിസിനസ്സിൽ എത്ര പേര് ഇത് ഒരു പുറമേയുള്ള കൺസൾട്ടൻറ്റിനെ കൊണ്ടുവരും, ആലോചിക്കാൻ പറ്റില്ല അന്ന്. മനസ്സിലായി. ഇന്ന് പോലും ഡീലർഷിപ്പിൽ കൊണ്ടുവരാൻ ആൾക്കാർ എല്ലാവരും തയ്യാറാവുന്നില്ല. അവർ they must have joined in 78 or 79. അവർ 80-ൽ ഞങ്ങൾക്ക് ട്രെയിനിങ് തുടങ്ങി. അവരെ ത്രൂ ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങി. ആ ട്രെയിനിങ് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അങ്ങനെയാണ് ആ ട്രെയിനിങ് മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നത്. മനസ്സിലായി. അത് കഴിഞ്ഞ 82, 83-ലല്ലേ ഞങ്ങൾക്ക് ഡീലർഷിപ്പ് കിട്ടുന്നുള്ളൂ. അപ്പോഴേക്കും 2-3 കൊല്ലമായിട്ട് ഞങ്ങൾ ട്രെയിനിങ്ങിൽ നല്ലോണം ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
അത് കഴിഞ്ഞ് 86 ഞങ്ങൾ ട്രെയിനിങ്, ഞങ്ങളുടെ ഒരു ഇൻറ്റേർണൽ ആവശ്യത്തിന് ഞങ്ങൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 94 ആയപ്പോഴേക്കും ഞങ്ങളത് പബ്ലിക് ആവശ്യത്തിനായിരിക്കും കുറ്റുകാരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് അത് ഡെവലപ്പ് ചെയ്തു. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് അത് അങ്ങനെ വളർത്തി കൊണ്ടു. 2 കൊല്ലം മുമ്പ് ഞങ്ങൾ പറവൂരടുത്തുള്ള ഒരു മാത പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റെടുത്തു. ഇന്ന് അത് കുറ്റുകാരൻ പോളിടെക്നിക് നടത്തുന്നു. അപ്പോൾ അതും അവിടെയും ഞങ്ങളുടെ കംപ്ലീറ്റ് ട്രെയിനിങ്ങിലാണ് ഞങ്ങളുടെ 100% ഫോക്കസ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഒരു ഫേമസ് ഹെൻറി ഫോർഡിൻ്റെ ഒരു കോട്ട് പറയും. എന്താ വെച്ചാൽ, ദി ഓൺലി തിങ് വേഴ്സ് ദാൻ ട്രെയിനിങ് പീപ്പിൾ ആൻഡ് ദം ലീവിങ് ഇസ് നോട്ട് ട്രെയിനിങ് പീപ്പിൾ ആൻഡ് ദം സ്റ്റേയിങ്. പഠിപ്പില്ലാത്തവർ നിൽക്കുന്നതിനെക്കാട്ടും ഭേദമാണ് പഠിപ്പിച്ച ആൾ പോയാലും. അതൊരു വലിയ എന്ന് വെച്ചാൽ ഇത് അന്ന് കാലത്ത് അങ്ങോട്ട് അത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ ട്രെയിനിങ്ങിന് കാശ് ചിലവാക്കണോ എന്നുള്ളത് സ്ട്രഗിളാണ്. പക്ഷേ ചെയ്തില്ലെങ്കിൽ ആ കസ്റ്റമർ സഫേഴ്സ് ആൻഡ് അൾട്ടിമേറ്റ്ലി വീൽ സഫർ. നമ്മുടെ ബിസിനസ് സഫർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഞാൻ ട്രെയിനിങ് വേറെ സെപ്പറേറ്റ് ആയിട്ട് പറയില്ല. ആ ട്രെയിനിങ്ങിന് ഞങ്ങൾ കാണുന്നത് വി ആർ ഡിഫറെൻറ്റ് ഫ്രം എവറിബഡി എൽസ്. നോ അതർ ഡീലർ ഇൻ ദ കൺട്രി ഹാസ് എ ട്രെയിനിങ് സെറ്റപ്പ് ലൈക്ക് ദിസ്. പല ഡീലേഴ്സും ചിലവർ വളരെ ഫ്യൂ ഡീലേഴ്സ് അവർ ഇൻറ്റേർണലായിട്ട് അവരെ ആവശ്യത്തിന് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾ ആർക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ അതൊരു സെപ്പറേറ്റ് സെറ്റപ്പാണ്. മറ്റുള്ളവർ അവരെ ഡീലർഷിപ്പിന് വേണ്ടി കുറച്ച്, പക്ഷെ ഞങ്ങൾ ഡേ 1 മുതലേ ഞങ്ങൾ ഈ ട്രെയിനിങ് നടത്താതെ ഒരാളെ കയറ്റിയിട്ടില്ല. ആദ്യത്തെ വണ്ടി വന്നപ്പോഴും ഞങ്ങൾ അത് ട്രെയിൻ ചെയ്യാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെ അന്ന് ഒരു ഫോറിൻ കാറുണ്ട്. എന്ന് വെച്ചാൽ മാരുതിയുടെ പോലെ സൊഫിസ്റ്റിക്കേറ്റഡ് കാറൊന്നും ഇന്ത്യയിലൊന്നും ഇറങ്ങണില്ല. അപ്പോൾ ഒരു ഫോറിൻ കാറിൽ, ആ ഫോറിൻ കാറിലാണ് ഞങ്ങളത് പഠിപ്പിച്ചത്. അന്നത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് മെക്കാനിക്സും എൻജിനീയേഴ്സിനെയൊക്കെയും പഠിപ്പിച്ചതാണ്. സോ ദേ വർ തറോ ആൻഡ് മെനി ഓഫ് ദം റൺ ദ ഓൺ സർവീസ് സ്റ്റേഷൻസ് ഇപ്പോഴും. അവരെ പലതും മാറിപ്പോയി. പക്ഷേ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇതിലെ ക്വാളിറ്റിയിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എത്രമാത്രം നമ്മുടെ ടീം സ്ട്രെങ്ത് എത്രയുണ്ട് ഇപ്പോൾ പോപ്പുലറിൻ്റെ? ഇന്ന് ഓൾമോസ്റ്റ് 10,000 പീപ്പിൾ. ഇതിനകത്ത് എത്രമാത്രം മലയാളികൾ ഉണ്ടാവും? ഞങ്ങളുടെ ഈ 10,000 പേരിൽ ഒരു 2000 താഴെയാണ് പുറത്തുണ്ടാവുള്ളൂ. കേരളത്തിലുള്ള എല്ലാവരും എൻ്റെ അറിവിൽ മലയാളികളായിരിക്കണം. വളരെ അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് സെറ്റിൽ, ഞാൻ പറയണത് എല്ലാവരും മലയാളികളാണെന്ന് പറയുള്ളൂ. പുറത്തുള്ളതിൽ ഒരു 70% ഒക്കെ അവിടെയുള്ള ആൾക്കാർ, അതാത് സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ മലയാളികളും ഇൻ്റർമിംഗിൾ ചെയ്ത മലയാളികളും ഉണ്ട്. ഈ പ്രസ്ഥാനം വളർന്നപ്പോഴും നമ്മുടെ കണക്റ്റ് വിട്ടുപോയില്ല. അത് നമ്മുടെ ഈ കണക്റ്റ് ഓർ നോ കണക്റ്റ് ഇറ്റ്സ് പ്യോർലി ഓൺ യുവർ ക്യാരക്ടർ, ഹൗ യു ഫീൽ. അപ്പോൾ എൻ്റെ ഫാദർ അധികം ഇംഗ്ലീഷിലൊന്നും പറയില്ലായിരുന്നെങ്കിലും ഞാൻ അത് ഇംഗ്ലീഷിൽ പറയുന്നൊരു ഫിലോസഫി ഉണ്ട്. എൻ്റെ അപ്പൻ്റെ ഫിലോസഫിയാണ് ഇന്നും ഞാൻ അതിൽ വിശ്വസിക്കുന്നത്. എൻ്റെ നേച്ചർ, ബേസിക് നേച്ചർ ഇസ് ലൈക്ക് ദാറ്റ്. ഗിവ് ടു ദ വേൾഡ് the best you have and the best will come back to you. പിന്നെ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യണ ഓരോന്നും ചെയ്യാമെന്നുള്ളത് ചോദിച്ചില്ലേ, അതിനും ആൾക്കൊരു ചൊല്ലുണ്ട്. എന്താ വെച്ചാൽ, ചെയ്യുന്നവനെ തെറ്റ് പറ്റുള്ളൂ, ചെയ്യാത്ത ആൾക്ക് ഒരു തെറ്റേ പറ്റുള്ളൂ, ഒന്നും ചെയ്തില്ല എന്നുള്ളത് തെറ്റുള്ളൂ. ചെയ്യുന്നവനെ തെറ്റ് പറ്റും, അത് തെറ്റുന്നതാണ് നമ്മൾ പഠിക്കണത്. അപ്പോൾ എല്ലാ കാര്യത്തിലും പലപ്പോഴും എന്നോട് പലരും അഡ്വൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ എക്സ്പെർട്ടല്ല, പക്ഷെ താൻ ചെയ്തു നോക്ക്, അപ്പം പറ്റിയാലോ, പറ്റിയാൽ ഞാൻ ഏറ്റു. ടീമിനോട് പറയാം. ആ ധൈര്യം നമ്മൾ കൊടുത്താൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. താങ്കളുടെ ഒരു സക്സസ് സോ എൻ്റെ ഫാദർ സക്സസ് ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ബേസിക് തോട്ട് പ്രോസസ്. അതെന്താണെന്ന് വെച്ചാൽ, വിജയിക്കാനുള്ളൊരു മനസ്സ് ആണ് വിജയത്തിന് കാരണം.
എൻ്റെ ഫാദറിനെ ഞാൻ കോട്ട് ചെയ്തതാണ് കേട്ടോ. വിജയിക്കാനുള്ള മനസ്സാണ് വിജയത്തിന് കാരണം. യു വാണ്ട് ടു വിൻ, യു ക്യാൻ, ആൻഡ് യു മസ്റ്റ് ബിലീവ് ദാറ്റ് യു ക്യാൻ. പിന്നെ ഓരോന്ന് ചെയ്യുമ്പോൾ തെറ്റുപറ്റും, മറിഞ്ഞു വീഴും, എഴുന്നേറ്റ് ഒന്നുകൂടെ ഓടുക. ആൻഡ് യു വിൽ നെവർ ലുക്ക് ബാക്ക്. ഇതൊരു കുടുംബ ബിസിനസ്സാണ്. പിന്നെ താങ്കളായിട്ടും സഹോദരനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുടുംബ ബിസിനസ് എങ്ങനെയാണ് അത് മാനേജ് ചെയ്ത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു താങ്കളുടെ ഒരു കുടുംബ ബിസിനസ്സിൻ്റെ ഒരു പെക്യുലിയാരിറ്റി എന്താണ്? നിങ്ങളുടെ ഒരു കുടുംബ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഫാദറൊക്കെ ബിസിനസ് ചെയ്ത് വന്നപ്പോൾ 39 ആൾ ബിസിനസ് തുടങ്ങി. 51 പല ബ്രദേഴ്സും പല പല സമയത്തായിട്ട് വന്നു. ഏറ്റവും യങ്ങസ്റ്റ് ബ്രദർ 51 ചേർന്നത്. ആ കൊല്ലം എൻ്റെ പിറ്റേ കൊല്ലം അപ്പം എല്ലാവരെയും ഈക്വൽ പാർട്ട്നേഴ്സാക്കാൻ പറഞ്ഞു. ആൾ കൂടുതൽ ചെയ്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആളുടെ വീട് നിൽക്കുന്ന പ്രോപ്പർട്ടി ഒക്കെ മാറ്റി എന്നുള്ളതല്ലാതെ അവർ പേരിലായി കൂടുതൽ സീനിയറായിട്ട് നിന്ന്. പക്ഷേ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ബിക്കെയിം സെയിം. അത് തന്നെയാണ് ഞങ്ങളും ഇതുവരെ കൊണ്ടു നടന്നിട്ടുള്ളത്. സോ ദർ ഈസ് നോ ഡിഫറൻസ്. ഓക്കെ, ഇന്ന് ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ MD ഇസ് മൈ നെവ്യൂ. വി ആർ ഓൾ ഈക്വൽ പാർട്ട്നേഴ്സ്. അപ്പോൾ ദാറ്റ് ഇറ്റ്സെൽഫ് ഗിവ്സ് ദ ഫീലിംഗ് ദാറ്റ് യു ഓൾസോ ഓൺ ഇറ്റ്. ദാറ്റ് ഇസ് ബീൻ അവർ തോട്ട് പ്രോസസ്. ഈ കേരളത്തിൽ ഒരുപാട് കുടുംബ ബിസിനസ്സുകളുണ്ടല്ലോ, അവരോട് താങ്കളുടെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് എന്താണ്? സി, പല പല ഓരോ സർക്കംസ്റ്റാൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പലതും പറയാം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതി എന്ന് വെച്ചാൽ നമ്മൾ പലതും ചെയ്തു നോക്കണം. എന്തെങ്കിലും ട്രയൽ നടത്തുകയാണെങ്കിൽ ആ ട്രയലിൽ ആദ്യം തന്നെ ജയിക്കും എന്നുള്ളത് വിചാരിക്കുന്നത് തന്നെ തെറ്റ്. എന്ത് കാര്യത്തിന് നമ്മൾ ഇറങ്ങണമെങ്കിൽ കുറേ അധികം തെറ്റ് പറ്റിയിട്ടാണ് നമ്മുടെ വഴി കണ്ടുപിടിക്കുന്നത്. എൻ്റെ മൂത്ത മകൾ ഇന്ന് ഒരു ഓൺലൈൻ മ്യൂസിക് സ്കൂൾ നടത്തണം. 9 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്. അന്ന് തുടങ്ങിയപ്പോൾ അത് ബ്രിക്ക് ആൻഡ് മോട്ടോർ ശരിക്കുള്ള മ്യൂസിക് സ്കൂൾ പോലെ തുടങ്ങി. ഇങ്ങനെ പല പല സ്കൂളുകളിലെ ടീച്ചേഴ്സിനെ സപ്ലൈ ചെയ്യണ ഒരു മെക്കാനിസം ഉണ്ടായിട്ട് അവിടെ പോയി ഇവരെ പഠിപ്പിക്കുക, അവരെ സിലബസ് വെച്ച് പഠിപ്പിക്കാം. പിന്നെ സ്റ്റുഡിയോ നടത്തി നോക്കി. ഇങ്ങനെ പല പല ഇതും നടത്തിയിട്ടാണ് അവസാനം ഇന്ന് ഒരു സ്കൂള് പോലെ തന്നെ ഓൺലൈനായിട്ട് നടത്തുന്ന ഒരു മ്യൂസിക് സ്കൂളിൽ വന്ന് പെട്ടെന്ന്. ഇറ്റ്സ് ടേക്കൻ ഓൾമോസ്റ്റ് 9 years. ഈ കഴിഞ്ഞ 2 കൊല്ലമാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ വി സീ ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ. അപ്പോൾ റെസിലിയൻസ് ഇസ് എ ഹ്യൂജ് ഫാക്ടർ. ദാറ്റ് മീൻസ് ആ ഗ്രിറ്റ് എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യും. അയാളുടെ ഒരു സപ്പോർട്ട് കൊടുക്കുക, നമ്മൾ അതിനുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക, ഒരു മെൻറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഒരു ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ. സോ യു മസ്റ്റ് ഓൾവേസ് network, must be close to people or meet more people and understand from them what they want to do and get mentoring from different people. ഇതൊക്കെ അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ എല്ലാം ചെയ്യുന്നുള്ളത് വേണമെങ്കിൽ വിചാരിക്കാം, അങ്ങനെ പറ്റുന്നവരും ഉണ്ടാകാം. ബട്ട് ഐ വുഡ് ടെൽ എ യങ് ഓൺടർപ്രണർ, ഓൾവേസ് ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ എനിബഡി, ബട്ട് ഓൾവേസ് ബി ഓപ്പൺ ടു ഐഡിയാസ്. പോപ്പുലർ ഫണ്ടിങ് സ്വീകരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ ലിസ്റ്റിംഗ് നടത്തി. പൊതുവേ ഇപ്പോൾ 3 ഓട്ടോമോട്ടീവ് ഡീലർഷിപ്പ് കമ്പനികളാണ് ലിസ്റ്റിംഗ് ഒക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ വഴികളിലൂടെ പോകാനൊക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു തീരുമാനമൊക്കെ എടുത്തത്? എന്താണ് അതിനെയൊക്കെ പ്രേരിപ്പിച്ചത്? എന്താണ്? സോ ഈ കമ്പനി പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി ഫോം ചെയ്തത് 83 അന്ന് ആ കമ്പനി ഫോം ചെയ്തത് ഇസ് പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡ്. ആ പേരിലാണ് അത്. അന്ന് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് അത് തുടങ്ങിയത് തന്നെ. അപ്പോൾ അന്ന് എന്നോട് സീനിയറായിട്ടുള്ള നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അവരൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് കമ്പനി ടാക്സ് ഹയറാണ്, പാർട്ട്ണർഷിപ്പ് ലോവറാണ്, പിന്നെ എന്തിനാ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി? അന്നും ഞങ്ങൾ പറഞ്ഞത് ഒരു ദിവസം ഞങ്ങൾ അതിലെത്തണം. We must go public. Okay. We've always had that thought process. Not that public is a big thing. അങ്ങനെ എന്നുള്ളതല്ല. That is, we want to grow beyond a small family business.
ഇറ്റ് ടുക്ക് 40 years, ബട്ട് വി സ്റ്റിൽ ദെയർ. എങ്ങനെയാണ് ഈ ഡെലിഗേഷനൊക്കെ നടത്തണം? എങ്ങനെയാണ് ഈ ടീമിനൊക്കെ എങ്ങനെയാണ് ഉത്തരവാദിത്തങ്ങളും കടമ മാത്രമല്ല ഉത്തരവാദിത്തമൊക്കെ കൊടുത്ത് അവരെയൊക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കണമല്ലോ, അതെങ്ങനെയാണ് ചെയ്യണേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെയ്യുന്നവനെ തെറ്റ് പറ്റുള്ളൂ. മനസ്സിലായി? നമ്മളൊരാളെ കാര്യം ഏൽപ്പിക്കുക, അത് ആ ഏൽപ്പിക്കുമ്പോൾ അതുവരെ ആൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ലേ അയാൾ എസ് ചെയ്യുന്നത്. ഒരു ദിവസം കാലത്തേറ്റ് നമ്മൾ എന്നാൽ താൻ ഇങ്ങനെയാണെന്നുള്ള നമ്മൾ SSC അല്ല. വി ആർ അസസിങ് എ പേഴ്സൺ ഓവർ ദ ഇയേഴ്സ് ദാറ്റ് വി വർക്ക് വിത്ത്. മനസ്സിലായി? അപ്പോൾ വി നോ ഹി ബി കേപ്പബിൾ ഓഫ്. എന്നിട്ട് കൂടുതൽ പണി നമ്മൾ കണ്ട് ഏൽപ്പിക്കണം. ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത് നമ്മൾ കണ്ണടയ്ക്കുകയല്ല. വി ആർ വാച്ചിങ്, വി ഓൾസോ സീ വാട്ട്സ് ഹാപ്പനിങ്. സോ വെൻ യു ഗിവ് ഇറ്റ് ടു ഹിം, വിൽ ഹി ഡു എവറിഥിങ് റൈറ്റ്? നമുക്ക് എല്ലാം ശരിയായിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ ആളിൽ എല്ലാം ശരിയായിട്ട് ചെയ്യണം, തെറ്റ് പറ്റാതെ ചെയ്യണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? സോ ഹീ ഈസ് ഗോയിൻ ടു മേക്ക് ഹിസ് ഓൺ സെറ്റ് ഓഫ് മിസ്റ്റേക്സ്, ബട്ട് ഹീ വിൽ ലേൺ. അപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ഫാദറായിട്ട് ചിലപ്പോൾ ചില ഡിസ്കഷൻ വരുമ്പോൾ അയാൾ പറയും, ഞാൻ നോക്കുന്ന സ്ഥാപനം ഇതിൽ 90% എനിക്ക് ഉറപ്പുണ്ട്, നീ നോക്കുന്നത് പോലെ 10-65-70% വരുന്നു. അപ്പോൾ ഞാൻ എന്നെ കൗണ്ടർ ആർഗ്യുമെൻറ്റ് ഞാൻ പറയും അപ്പം 3 സ്ഥാപനം നോക്കുമ്പോൾ ഞാൻ 15 നോക്കുന്നുണ്ട്. അതിൽ 70% എഫിഷ്യൻസി ഉണ്ടെങ്കിൽ വിൽ സ്റ്റിൽ ബി മച്ച് ബിഗർ. തമാശയിലേ പറയണത്. പക്ഷേ ഞാൻ പറഞ്ഞ വി കാൺട്ട് ഹെൽപ്പ്. ബട്ട് എൻ്റെ ഫാദർ വലിയ ഡെലിഗേറ്റർ ആയിരുന്നു കേട്ടോ. ഈ യൂസ് ടു സെറ്റ് ഇൻ വൺ പ്ലേസ് ഇൻ 3-4 ബ്രാഞ്ചുകളിലൊക്കെ നടക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ ഡെലിഗേഷൻ തന്നെയാണ് ഞങ്ങൾക്കും വന്നിട്ടുള്ളത്. ഓക്കെ, എൻ്റെ വൺ ഓഫ് സീനിയർ മാനേജേഴ്സ് ടെൽ മീ, ഒരു 52-53 അപ്പം വീട് പണിയാൻ തീരുമാനിച്ചു. ആ തീരുമാനമാണ് എൻ്റെ വളർച്ച എന്ന്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അപ്പോൾ അപ്പൻ്റെ ആ ഇൻട്രസ്റ്റ്, ആ വീട് നരിയേക്ക് പണിത് വരണം എന്നുള്ള ഇൻട്രസ്റ്റോടും ആൾ കൂടുതൽ സമയം അവിടെ ചിലവാക്കി തുടങ്ങി. ആ ചിലവാക്കിയിട്ട് വൈകുന്നേരം ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുള്ളൂ. മനസ്സിലായി? അപ്പോൾ ആൾ പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ തെറ്റ് പറ്റും പറ്റും. അത് വന്നിട്ട് ഇതേ ഇങ്ങനെയൊക്കെയും ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ അങ്ങനെ തെറ്റ് പറ്റി. He said, that is how I learned. I became a manager. Okay. So you give them the freedom to operate, let them, allow them to make their own mistakes. That is delegation. താങ്കളെ ഈ ടീമിലോട്ട് ആൾക്കാർ എടുക്കുമ്പോഴേ എന്താ നോക്കാറ്? ആ ആൾക്കാരിൽ എന്താ നോക്കാറ്? അവർ That spirit, that aspiration. അതിപ്പോൾ എൻ്റെ മക്കളും ആൾക്കാരെ എടുക്കുമ്പോൾ ഞാൻ പറയും, ലുക്ക് ഫോർ ദാറ്റ് ആസ്പിറേഷൻ, ദാറ്റ് നീഡ് ടു ലിവ്, നീഡ് ടു ഗ്രോ. ഇപ്പോൾ പൈസയുള്ള വീട്ടിൽ നിന്നും പൈസ ഇല്ലാത്ത വീട്ടിൽ നിന്ന് വരുന്നതിന് ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ബിക്കോസ് somebody who's grown up in luxury, he doesn't have that urge. He may not have that urge. Not that everybody will not have that. He may not have the. A person who's coming from a less or a rather poorer family, they may, that dependence on that job, there is probably everything for them. അപ്പോൾ അതിൽ ആ ഏർജ് നോക്കണം, ഹൗ സിൻസിയർ ദേ ആർ. അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ എക്സ്പീരിയൻസിനും കുറച്ച് ചിലപ്പോൾ അടി കിട്ടിയിട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഈ അച്ഛൻ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര കഴിവുള്ള ഒരു എന്താ പറയുക, അസാമാന്യൻ അല്ലെങ്കിൽ അധികായം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് KP പോൾ. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് എങ്ങനെയാണ് പഠിച്ചത്? ചോദിച്ചറിയായിരുന്നോ അതോ കൂടെ നടന്നാണോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നോ? എങ്ങനെയായിരുന്നു? എൻ്റെ ഫാദറിന് 12 വയസ്സിൽ ജോലി ചെയ്യാൻ വിട്ടു. ആ 12 വയസ്സിൽ ജോലി ചെയ്യാൻ വിട്ടിട്ട് ആൾ പ്രധാനപ്പെട്ട ഒരു 4 പലചരക്ക് കടകളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആൾ സൈസ് കുറവാണ്. എന്നാൽ എൻ്റെ അപ്പൻ്റെ മദറിൻ്റെ ട്രെയിനിങ് കൊണ്ട് കണക്കിൽ ഭയങ്കര മിടുക്കനായിരുന്നു. മനസ്സിലായി? അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ബേസിക് ആ അക്കൗണ്ട്സും ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ അപ്പനെ ചെയ്തിരുന്നത്. ഈ 4ാമത്തെ സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും 10-24 വയസ്സായി. അപ്പോൾ 10-12 കൊല്ലത്തിലും കൂടുതൽ പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ആ കടയിൽ ആ ഉടമസ്ഥൻ എല്ലാ ദിവസവും കാലത്ത് വരും, തുറക്കും. ആൾ ചേർന്ന് കഴിഞ്ഞ ഉടനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകും. എന്നിട്ട് തിരിച്ചു വരും. ആ നേരത്തും കട തുറന്നിരിക്കും. അപ്പോൾ ഫാദർ അവിടെ ഉണ്ടാവും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയാൽ പിന്നെ 3 മണി 4 മണി ആയാലും വരുള്ളൂ. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആൾ തന്നെ ഫാദർ പോയിട്ട് താക്കോല് മേടിക്കും, കട തുറക്കും, അയാൾ വൈകുന്നേരം വരും. അപ്പോൾ ആൾക്ക് തോന്നി തുടങ്ങി
ഈ കടയിൽ നടക്കുന്ന ബിസിനസ് എന്നെ കൊണ്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ ആൾ എന്നെ ഏൽപ്പിക്കില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ വേറെ ആൾക്ക് പണിയെടുക്കും? എനിക്ക് തന്നെ തുടങ്ങിക്കൂടെ? പക്ഷേ ആ ബിസിനസ് അല്ല തുടങ്ങിയത്, ആ മേഖലയിലല്ല തുടങ്ങിയത്. ആ മേഖലയിലല്ല തുടങ്ങിയത്. കംപ്ലീറ്റ് ആയിട്ട് വേറെ അമ്മയും അപ്പനും കുറച്ച് സഹായിച്ച കാശും എടുത്തിട്ട് അമ്മ തന്നെ ഒരു ചെറിയ ബിസിനസ് വീട്ടിൽ നിർത്തി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് കാശൊക്കെയും കൂട്ടിയിട്ടാണ് ഫാദർ ബിസിനസ്സിൽ ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് പൈസ പല ജാതി ബിസിനസ്സും ട്രൈ ചെയ്തിട്ട് ഫെയിലിയറായി. അവസാനം ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ലോണ്ട്രി നടത്താം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ശരി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരൊക്കെയോ പറഞ്ഞു ലോണ്ട്രി മോശമാണ്, അത് സൊസൈറ്റിക്ക് പറ്റിയൊരു ബിസിനസ്സല്ല, നമ്മുടെ ലെവലിലൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അത് ആരൊക്കെയോ അപ്പുറം എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞിട്ട് ആൾ പിന്നെ പറഞ്ഞു നീ ആ ബിസിനസ് ചെയ്യണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു ഞാൻ എന്തായാലും കുറേ ബിസിനസ് പലതും നോക്കി മനസ്സിലായി, ഈ ബിസിനസ് ഞാൻ അവിടെ പോയി നിന്ന് അലക്കോ പിടിക്കുന്നതല്ല ഞാൻ ചെയ്യാൻ പോകണം, ഞാൻ ഒരു കമ്പനി നടത്താൻ പോവാം മനസ്സിലായി. അപ്പനത് മനസ്സിലാവാത്തോണ്ടും നീ അത് തുടങ്ങിയാൽ നീ ഇങ്ങോട്ട് വീട്ടിൽ കയറേണ്ടതെന്നും. ഞാൻ വീട്ടിൽ കയറില്ല. 6 മാസം ആൾ വീട്ടിൽ കയറിയില്ല. പക്ഷേ അമ്മയും പിന്നെ സിബ്ലിങ്സൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ അമ്മ ഭക്ഷണം കൊടുത്തയക്കും. അങ്ങനെയൊക്കെ ആയിട്ട് 6 മാസം ആൾ ആ ഓഫീസിൽ തന്നെ കിടന്നുറങ്ങി. അടുത്ത് തന്നെയാണ്. ആ ബിസിനസ് സക്സീഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പോൾ തിരിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അത് സക്സസ് ആയത്. അത് കഴിഞ്ഞപ്പോൾ ആൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇനി അമ്മയും അപ്പനൊന്നും പണിയെടുക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഈ എല്ലാവരുടെ കാര്യത്തിലും അന്ന് 13 പേരുണ്ട് വീട്ടിൽ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഉണ്ട്. അങ്ങനെ അത്രയും പേരുള്ള വീട്ടിലാണ് പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. സോ അന്ന് മുതൽ ആൾ പിന്നെയും എപ്പോഴും പറയും ഒരു കാര്യം, എൻ്റെ അമ്മയുടെ പകുതി ബുദ്ധി കൊണ്ടും എൻ്റെ അപ്പൻ്റെ പകുതി നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. ഈ ബിസിനസ് പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നോ അതോ അദ്ദേഹം ചെയ്യുന്നത് കണ്ടാണോ പഠിച്ചത്? രണ്ടും. എന്താ വെച്ചാൽ പല പല കാര്യങ്ങളും ബിസിനസ്സിൽ നിന്ന് ആൾ ചെയ്യുന്ന സംഗതികളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കിട്ടും. എന്നുവെച്ചാൽ ചിലപ്പോൾ പറയും നമുക്ക് ഒന്നാമനാവണമെങ്കിൽ പിന്നെ എന്തിനാ രണ്ടാമനാവണം? വേറെ ആൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ടാറ്റയ്ക്കും ബിർളയ്ക്കും ചെയ്യാൻ പറ്റുന്നത് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതിനൊരു എപ്പോഴും വൈ കാൺ വി ബി ബെറ്റർ, വൈ കാൺ വി ഗ്രോ എന്നുള്ളതാണ്. വേറൊരാളിനെയും തടസ്സം പറയേണ്ട, നമ്മൾ തന്നെ നമ്മുടെ ഗ്രോത്ത് തീരുമാനിക്കണം. ആ ഒരു ലെവലിൽ ഞങ്ങൾക്ക് കണ്ട് പറയണത്. അതേപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ വഞ്ചി. വേറെ ഒരു അപ്പം ഞാനത് ഇപ്പോൾ മാനേജ്മെൻറ്റ് ബുക്സൊക്കെ വായിക്കുമ്പോൾ ദി ഓബ്സ്റ്റക്കിൾ ഈസ് ദ വേ. അങ്ങനെയാണ് ഇന്ന് എൻ്റെയും കാഴ്ചപ്പാട് ഞാൻ എൻ്റെ പിള്ളേരോട് പറയണതും, ദാറ്റ് ഓബ്സ്റ്റക്കിൾ ഈസ് ദ വേ. അത് പേടിച്ച് നമ്മൾ തടഞ്ഞ് അവിടെ നിന്നാൽ അതോടുകൂടി നമ്മുടെ ഗ്രോത്ത് കഴിഞ്ഞു. ആ ഓബ്സ്റ്റക്കിൾ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാൽ വി കൻ ഗ്രോ. ഞാൻ ഉച്ചവരെ ഞാൻ ഓഫീസിൽ പോകുള്ളൂ. ഉച്ച കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങില്ല. സോ മോസ്റ്റ് ഓഫ് ടൈം അറ്റ്ലീസ്റ്റ് 3-4 hours ഐ റീഡ്. ഐ ബിലീവ് ഡെവലപ്പിംഗ് പീപ്പിൾ ഈസ് ദ ബെസ്റ്റ് തിങ് യു കൻ ഡു. അത് നമ്മുടെ കൂടെ നിന്നാലും ശരി, അവർ പോയി വേറെ സ്ഥലത്ത് പോയാലും ശരി, it will reflect our philosophy. Generally believe leadership is not about holding on to something. It is about developing people around you and getting the best people for that job if possible, even if they are more capable than you.